നാം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് 39-ാം സങ്കീർത്തനം 13-ാം തിരുവചനം വായിക്കുന്നു. ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതെയാവുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 39-ാം സങ്കീർത്തനം 13-ാം തിരുവചനത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയുന്നത്, ഞാൻ ഇവിടെ നിന്നും, അഥവാ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി പോകുന്നതിന് മുമ്പേ, അഥവാ നശിച്ചു പോകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന്, അഥവാ പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം, അഥവാ ദൈവത്തിൻ്റെ ദൃഷ്ടി, ആ കോപത്തോടെയുള്ള ദൈവക്രോധം എങ്കിൽ നിന്ന് മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഈ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയാൻ കാരണമെന്താണ്? അതിനുള്ള 7 കാരണങ്ങൾ ഈ 39-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. മനുഷ്യൻ്റെ 7 ജീവിതാവസ്ഥകൾ. 1. ക്ഷണികനാണ്. 39-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ എത്ര ക്ഷണികൻ എന്ന് എന്നെ അറിയിക്കുമാറാകട്ടെ. ഞാൻ തന്നെ അറിയട്ടെ ദൈവമേ, ഞാൻ ക്ഷണികനാണ്. ക്ഷണികമായ, നൈമിഷികമായ ആയുസ്സുള്ളവൻ എന്നർത്ഥം. ഈ ബോധ്യം എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2-മതായി 4 വിരൽ നീളമുള്ളവൻ. സങ്കീർത്തനം 39-5. 4 വിരൽ നീളമുള്ളവനെന്ന് ഉദ്ദേശിക്കുന്നത് അല്പായുസ്സുള്ളവനെന്നാണ്. അതേ, മർത്യൻ അല്പായുസ്സുള്ളവനാണ്. ഇതേ വചനത്തിൽ മറ്റു 2 കാര്യങ്ങൾ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുമില്ലാത്ത അവസ്ഥ. ഞാൻ നിൻ്റെ മുമ്പാകെ ദൈവമേ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു എന്നാണ് 39-ാം സങ്കീർത്തനം 5-ാം തിരുവചനത്തിൽ പറയുന്നത്. ഏതുമില്ലാത്ത ഒരവസ്ഥയ്ക്ക് ശൂന്യമെന്നാണ് അർത്ഥം. ദൈവം മർത്യനെ ഈ ഭൂമിയിലെ ഒരു പിടി മണ്ണുകൊണ്ട് നിർമ്മിച്ചുവെന്ന് സത്യവേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ആ മർത്യൻ തിരികെ ഈ മണ്ണിലേക്ക് ചേരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ, അഥവാ നാം ഓരോരുത്തരും മണ്ണാണ് എന്നുള്ള ആ ഒരു ബോധ്യവും നമ്മെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. 4-മതായി 39-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഒരു ശ്വാസമെന്നാണ്. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാവുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ പ്രിയമുള്ളവർ, നാം ഒരു ശ്വാസം എന്നൊരിക്കലും മറന്നു പോകാൻ പാടില്ല. 6-മതായി 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ വെറും നിഴലാണ് എന്നാണ്. നാം നമ്മുടെ നിഴലിനെ ദൈനംദിനം കാണുന്നവരാണ്. അതെ, അതുപോലെ നാം വെറും നിഴലെന്നാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന്
12-ാം തിരുവചനത്തിൽ പറയുന്നത് അന്യനും പരദേശിയുമെന്നാണ്. അന്യനും പരദേശിയും. ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല എന്ന് അതിനർത്ഥം. നാം ദൈവത്തിൽ നിന്നും ജനിക്കപ്പെട്ടവരും ദൈവത്തിങ്കിലേക്ക് ചേരേണ്ടവരുമാകും. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു എന്നത്രേ. അതെ, അശാശ്വതമായ ഈ ഭൂമിയിൽ നമ്മുടെ 7 അവസ്ഥകളാണ് നാം ധ്യാനിച്ചത്. ഈ ബോധ്യം നമ്മെ ഭരിക്കുമാറാകട്ടെ. ആമേൻ.